പി ആർ അരവിന്ദ് കൂടി ചേരുന്നുണ്ട്. അരവിന്ദ്, 15-ലെ 20-ലെയും തെരഞ്ഞെടുപ്പുകളിൽ വൻ കുതിപ്പോടെ ഡൽഹി പിടിച്ച ആം ആദ്മിയാണ് ഇത്തരത്തിൽ ഇത്രയധികം സീറ്റുകൾക്ക് ഇല്ലെങ്കിൽ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നേരത്തെ തൗഫീഖൊക്കെ പറഞ്ഞതുപോലെ അത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായിട്ടാണോ വിലയിരുത്തപ്പെടുന്നത്? ഇല്ലെങ്കിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP നടത്തിയ ആ നീക്കങ്ങൾ ഫലം കണ്ടു എന്നാണോ? ഇല്ലെങ്കിൽ ആ നീക്കങ്ങളിൽ ഇത് എത്രത്തോളം ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്? 2015 67 സീറ്റുകളും നേടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. അവിടെ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കൂപ്പുകുത്തുന്നത് നമ്മളിപ്പോൾ കാണുവാൻ സാധിച്ചത്. വലിയ പരാജയം ആം ആദ്മി പാർട്ടി ഇവിടെ നേരിടുന്നു. അത് BJPയുടെ കൃത്യമായ പ്രചാരണ തന്ത്രങ്ങൾ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണങ്ങളായിരുന്നു പ്രധാനമായും ആം ആദ്മി പാർട്ടി ഇവിടെ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് രാവിലെ ഇവിടെ കിട്ടിയ സ്റ്റേജാണ്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഇവിടെ വന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. എന്തായാലും പരാജയം ആം ആദ്മി പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. ഈ സ്റ്റേജിൽ നിന്ന് ഇവിടെ കെട്ടിയ ബാരിക്കേഡുകൾ അടക്കം നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ അത് അവരുടെ മുഖ്യമന്ത്രി മുഖമായി ഉയർത്തിക്കാണിച്ച അരവിന്ദ് കെജ്രിവാൾ വരെ പരാജയപ്പെട്ടിരുന്നു. പ്രധാനമായും BJP ഇത്തവണ ഉയർത്തിക്കാണിച്ചത് അത് അരവിന്ദ് കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണമാണ്, യമുന നദി മലിനീകരണ വിഷയമാണ്. ഇതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിയെ ആഡംബര വസതി മോടി പിടിപ്പിച്ചതിൽ ജനങ്ങൾക്ക് പണം നൽകുന്നില്ല, അതിനു പകരം മുഖ്യമന്ത്രിയുടെ ആഡംബര വസതി മോടി പിടിപ്പിക്കുന്നു അടക്കമുള്ള പ്രചാരണ തന്ത്രങ്ങൾ BJP ഇവിടെ ഉപയോഗിച്ചിരുന്നു. അത് കൃത്യമായി ഇത്തവണ വിജയിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുവാൻ സാധിച്ചത്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ അത് ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഫലത്തിന്റെ വിവരങ്ങൾ വരണം. കോൺഗ്രസ് എത്രത്തോളം വോട്ടുകൾ ഡൽഹിയിൽ പിടിച്ചിട്ടുണ്ട്, അത് ആം ആദ്മി പാർട്ടി എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യ വിഷയമായി തുടരുകയാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിലും ഈ വിഷയം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടി പിന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കൾ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തമ്മിലടി തുടരൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തമ്മിലടിച്ചാൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികൾ വ്യക്തമാക്കുന്നത്. അതും ഇവിടെ സംഭവിച്ചുവെന്ന് തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇതുകൂടാതെ തന്നെ ആദായ നികുതി വകുപ്പിൽ ഇളവ് പ്രഖ്യാപിച്ചത് പ്രധാനമായും നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ബജറ്റ് പ്രഖ്യാപനം നടന്നത്. അന്ന് ഡൽഹിയെ കേന്ദ്രീകരിച്ച് ഡൽഹിക്ക് വേണ്ടി പ്രത്യേക പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത്. കാരണം ഡൽഹിയിൽ 67% മധ്യവർഗമാണുള്ളത്. ആ മധ്യവർഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബജറ്റിൽ ഒരു ആദായ നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നു. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നു. അത് ഡൽഹിയെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ മധ്യവർഗത്തിന്റെ വോട്ട് അത് BJPക്കൊപ്പം നിന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവിയിൽ നിന്ന് എങ്ങനെ മടങ്ങി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരുടെ ഏറ്റവും വലിയ അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം അത് ആം ആദ്മി പാർട്ടിയെ തളർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആം ആദ്മി പാർട്ടിയുടെ അടിത്തറയെ തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിലാണ് BJPയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത്. മനീഷ് സിസോദിയ പരാജയപ്പെട്ടു. അതിഷിയുടെ ഒരു വിജയം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഏക ആശ്വാസമായി ഉള്ളത്. എന്തായാലും BJP 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ മടങ്ങിയെത്താൻ പോവുകയാണ്. സുഷമ സ്വരാജിന് ശേഷം BJPയുടെ ഒരു മുഖ്യമന്ത്രി വരാൻ പോകുന്നു തന്നെ. യെസ് അരവിന്ദ്,